Hi friends, welcome back to Bright Future Learning Platform. Our today's session is about psychology. Nowadays, many universities are inviting applications for MPhil clinical course. Is it? So, I am trying to give you the most useful classes in this section, okay? If any of you have applied for MPhil clinical psychology entrance exam, please watch this class. And if you like this class, please share it with your friends, okay? Then let's go to class. Friends, in this session, I have included 30 questions from System and Theories of Psychology. Chapter mentioned about System and Theories of Psychology, okay? So watch the class without skipping. Hi friends, some statements are given here related to Hermann von Helmholtz, who lived at 1821 to 94. Here the question is, some statements are given here related to Hermann von Helmholtz. Which one is correct? Option 1, A, investigated speed of neural impulses. Investigated speed of neural impulses. Option B, suggested that thought and movement do not occur instantaneously as previously believed, but that thought occurs first, followed by movement. Then C, made significant contributions to sensory pathology, not psychology, and especially audition and vision. Option D, all of the above. Among these, which one is correct is the... ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട് അല്ലേ? എ ബി സി ഡി എന്നീ തുടങ്ങിയ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ജർമ്മൻ ഫിസിസ്റ്റ്, സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ ഫിലോസഫർ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ഹെർമൻ വോൺ ഹെൽംഹോൾട്ട്സ് എന്ന് പറഞ്ഞത്. ജർമ്മനിയിലെ ഏറ്റവും പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ബി സി ഡി എന്നീ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ എ എന്താണ് പറയുന്നത്? ന്യൂറൽ ഇമ്പൾസുകളുടെ അന്വേഷണം, അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് സ്പീഡ് ഓഫ് ന്യൂറൽ ഇമ്പൾസ്. ഇതൊരു തിയറി അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്, ഈ ഒരു പോയിൻ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പിന്നെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ചു. അതിലെന്താണ് പറയുന്നത്? അതായത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് പോലെ ചിന്തയും ചലനവും പെട്ടെന്ന്, അതായത് തൽക്ഷണം തന്നെ സംഭവിക്കുന്നില്ല. ആദ്യം ചിന്ത സംഭവിക്കുന്നു, തുടർന്ന് ചലനം സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഹെർമൻ വോൺ ഹെൽംഹോൾട്ട്സ് മുന്നോട്ട് വെച്ചതാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് എന്താ? സെൻസറി സൈക്കോളജി, പിന്നെ അതിൽ തന്നെ ഓഡിഷൻ, അതായത് നമ്മൾ കേൾവി, കാഴ്ച, ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതാണ് സി ഓപ്ഷൻ പറയുന്നത്. പിന്നെ ഡി പറയുന്നത് ഈ മുകളിൽ പറഞ്ഞതെല്ലാം ഈ ഹെർമൻ വോൺ ഹെൽംഹോൾട്ട്സിൻ്റെ സംഭാവനകളാണ് എന്നാണ്. ഇതിൽ ഏതാണ് ശരി എന്നതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, can anyone of you guess the answer? Here the answer is D, all of the above. ഓക്കെ, ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനുകളും ഹെർമൻ വോൺ ഹെൽംഹോൾട്ട്സുമായി ബന്ധപ്പെട്ടതാണ്. Then now we can go to the explanation of this. Okay, what's the explanation says? Explanation says that Hermann von Helmholtz boasts a wide range of achievements. Indeed, you will still find his color theory of vision in psychology textbook. His work paved the way for others to investigate the psychological significance of the time taken to react to a stimulus, reaction time or response latency. This approach remains important in modern psychology. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ പരീക്ഷണാത്മക മനഃശാസ്ത്രത്തിൽ ഈ ഹെൽംഹോൾട്ട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 19-ാം നൂറ്റാണ്ടായിരുന്നു. അന്ന് ഈ പരീക്ഷണ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് കളർ തിയറി എന്ന് പറയുന്നത്. കളർ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ന്യൂറൽ പൾസ്, അതുപോലെ പെർസെപ്ഷന്, ഓഡിഷൻ, ഇവയൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തിയറികൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ സെൻസറി പെർസെപ്ഷനിൽ നിന്ന് മസ്തിഷ്കത്തിൽ
ചിത്രങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു. അതായത് നമ്മൾ ഒരു കാര്യം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കാര്യം ഒരു സെൻസ് ചെയ്യുന്നു. അങ്ങനെ സെൻസറി പെർസെപ്ഷനിലൂടെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, സെൻസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ മസ്തിഷ്കത്തിൽ എങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങൾ ഉണ്ടാകുന്നത്, രൂപങ്ങൾ മീൻസ് ചിത്രങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് താല്പര്യനായിരുന്നു അത് പഠിക്കുന്നതിന് വേണ്ടി. അങ്ങനെ അദ്ദേഹം കണ്ണിനെ പഠിക്കാൻ വേണ്ടി ഒപ്താൽമോസ്കോപ്പ് കണ്ടുപിടിച്ചു. അതായത് കണ്ണിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഒപ്താൽമോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെൻഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വൈറ്റൽ ഫോഴ്സ് എന്നൊരു ആശയത്തെ നിരാകരിച്ചുകൊണ്ട് നമ്മുടെ പ്രേരണകൾ ശബ്ദത്തിൻ്റെ 10 വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. അങ്ങനെ അതുമായുള്ള ബന്ധപ്പെട്ടുള്ള തിയറികളിലൊക്കെ മുന്നോട്ട് വെച്ച ആളാണ് ഈ ഹെർമൻ ഹോബ്സ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, then we can go to the second question. What it says, the term pseudoscience refers to the study of psychology and related phenomena through collecting observations, developing theories to explain them, and using the theories to make predictions. B. Hypotheses that have been rejected through careful observations and testing. C. Claims and ideas that are presented as science but do not use the basics of the scientific method to support their claims. D. Theories that have not yet been proven. Can anyone of you guess which one is the correct? That term pseudoscience refers to which one? എന്താണ് പറയുന്നത്? അതായത് ദ ടേം സ്യൂഡോസയൻസ് റെഫേഴ്സ് ടു, അതായത് സ്യൂഡോസയൻസ് എന്ന കപടശാസ്ത്രം എന്ന പദം ഇതിൽ ഏതുമായിട്ടാണ് റിലേറ്റ് ആവുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് സ്യൂഡോസയൻസ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന എന്താണ്? ദ സ്റ്റഡി ഓഫ് സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഫിനോമിന ത്രൂ കളക്ടിങ് ഒബ്സർവേഷൻസ്, ഡെവലപ്പിംഗ് തിയറീസ് ടു എക്സ്പ്ലെയിൻ ദം ആൻഡ് യൂസിങ് ദ തിയറീസ് ടു മേക്ക് പ്രഡിക്ഷൻസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനഃശാസ്ത്രത്തെ അനുബന്ധ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അതായത് മനഃശാസ്ത്രത്തെക്കുറിച്ച് അനുബന്ധ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നിരീക്ഷണങ്ങൾ നടത്തുക, അവ വിശദീകരിക്കുക, വികസിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നതാണ്. അതായത് മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തുക, അതുപോലെ അതിൽ കൂടെ നിരീക്ഷണങ്ങളിലൂടെ ഡാറ്റകൾ ശേഖരിക്കുക, എന്നിട്ട് അത് വിശദീകരിക്കുക, അതിന് സിദ്ധാന്തങ്ങൾ അതായത് തിയറീസ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ മുകളിലുള്ള പ്രവചനങ്ങൾ, അതായത് ഇന്ന കാര്യങ്ങൾ എന്നുള്ള അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുക. ഇതൊക്കെയാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നതാണെന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ബി ഓപ്ഷൻ, അതായത് സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും പരിശോധനയിലൂടെയും നിരസിക്കപ്പെട്ടിട്ടുള്ള അനുമാനങ്ങൾ, അതാണോ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? അതായത് അവകാശങ്ങളും ആശയങ്ങളും ശാസ്ത്രമായി അവതരിപ്പിക്കപ്പെടുന്നു, അതായത് ഇതൊരു സയൻസാണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു. ഒരു പരീക്ഷണം നടത്താൻ അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച് ഇതൊരു സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ക്ലെയിമുകളും ആശയങ്ങളൊക്കെ ശാസ്ത്രമായി അവതരിപ്പിക്കപ്പെടുന്നു, എന്നാൽ അവയുടെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ ശാസ്ത്രീയമായ രീതിയുടെ ഒരു അടിസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതായത് സയൻറ്റിഫിക്കലി ഒന്നും പ്രൂവൺ ചെയ്യാൻ പറ്റില്ല, അതായത് അതിൽ ശാസ്ത്രീയമായ ഘടകങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പം സപ്പോസ് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അപ്പോൾ ദൈവം സയൻറ്റിഫിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മറയ്ക്കും. ദൈവം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ഇന്ന കാര്യം. ഇപ്പം ചില ആളുകൾ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടി ചോദിക്കും, അതായത് ഇലക്ട്രിസിറ്റി ലൈനിൽ കറണ്ട് ഇല്ലേ, പക്ഷേ നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷേ ബൾബ് കത്തുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കും, കുറേ തിയറികളൊക്കെ മുന്നോട്ട് വയ്ക്കും. ഇത്തരം കാര്യങ്ങളെയാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് എന്നാണ്, സ്യൂഡോ സയൻസ് എന്ന് പറയുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഡി പറയുന്നത് എന്താ? ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സിദ്ധാന്തങ്ങളാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നതാണെന്ന്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായോ ഏതാണ് ഓപ്ഷൻ, ശരിയായ ഓപ്ഷൻ? ഇവിടെ ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സി ആണ്. വി ക്യാൻ സിംപ്ലി സേസ് ദാറ്റ് ഇഫ് എനി വൺ ഓഫ് യു പുട്ട് ഫോർവേഡ് എ തിയറി ദാറ്റ് ഈസ് വിതൗട്ട് സയൻറ്റിഫിക് ബാക്കിംഗ് ടു പ്രൂവ് ഇറ്റ്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സ്യൂഡോ സയൻസ്. ഓക്കെ, ഞാനിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിത് കുറച്ച് വ്യൂവേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിൽ മൊത്തം ഇതിന് വ്യൂവേഴ്സ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോവുള്ളൂ. കാരണം ചാനലിൽ കുറച്ച് വ്യൂവേഴ്സ് കൂടുക എന്നുള്ളത് എൻ്റെ ഒരു അംബീഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ രണ്ടിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സി ആണ് ഓപ്ഷൻ പറയുന്നത്. അതായത് നമ്മളൊരു തിയറി മുന്നോട്ട് വെക്കുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഈ തിയറിയെ പ്രൂവൺ ചെയ്യാൻ
അല്ലെങ്കിൽ തിയറി തന്നെ ആവണമെന്നില്ല. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഞാൻ ഗോഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അതുപോലെ എന്തെങ്കിലും ഒരു സാധനം മുന്നോട്ട് വെച്ചിട്ട് ഇത് സയൻറ്റിഫിക് ആണെന്ന് പറയുന്നു. പക്ഷേ ഇത് സയൻറ്റിഫിക് ആണ് തെളിയിക്കാനുള്ള ഒരു സയൻറ്റിഫിക് ബേസിസും അവിടെ ഉണ്ടാവില്ല. അതായത് അതിനൊരു സയൻറ്റിഫിക് ബാക്കും ഉണ്ടാവില്ല, അതിനൊരു പൊള്ളയായ വാക്കുകളല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടാവില്ല. അതിനെയാണ് സൂഡോ സയൻസ് എന്ന് പറയുന്നത്. അതായത് സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ തള്ളി മറിച്ചുണ്ടാക്കുക. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു തേർഡ് വൺ. വാട്ട് ഇസ് ദിസ്? Theory that individuals are born without built-in mental content and all knowledge comes from experience is called A. Cognition, B. Rationalism, C. Intelligence, and D. Tabula rasa. Which one among these are correct? Can anybody say? Here the correct answer is option D. Tabula rasa. Tabula rasa is the correct answer. Okay. Then we can go to the explanations. The explanation says that tabula rasa is the theory that individuals are born without a built-in mental content and therefore all knowledge comes from experience or perceptions. Epistemological proponents of tabula rasa disagree with the doctrine of innatism, which holds that the mind is born already in possession of certain knowledge. What is say that? എന്താണ് ഈ തിയറി പറയുന്നത്? അതായത് ഒരു ഇൻഡിവിജ്വൽ ജനിക്കുന്നത് അവർക്കൊരു ബിൽറ്റിൻ മെൻ്റൽ കണ്ടൻറ് ഇല്ലാതെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ബിൽറ്റിൻ മെൻ്റൽ കണ്ടൻറ് ഇല്ലാതെയാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഓൾ നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ഓർ പെർസെപ്ഷൻ. നമ്മൾ പെർസീവ് ചെയ്യുകയോ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്യുന്ന മാറ്ററുകളിൽ കൂടെയാണ് നമ്മളെ എല്ലാ അറിവും സംജാതമാകുന്നത് എന്നാണ് ഈ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് എല്ലാ അറിവും നമുക്ക് ലഭിക്കുന്ന എങ്ങനെയാണ്, നമ്മളൊരു കാര്യത്തെ പെർസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്ന ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊക്കെ ജനിക്കുന്ന ഒരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടാണ്. ഈ തബല രാസ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ബിഹേവിയറിസവുമായിട്ടൊക്കെ കണക്റ്റായി കിടക്കുന്നതാണ് കേട്ടോ. തെറാപ്പിയിലൊക്കെ ഈ വേർഡ്സ് കടന്നു വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് സമാനമായ കുറേ തോട്ടുകൾ, അതായത് കുറേ ആശയങ്ങൾ നമ്മളെ പൗരസ്ത്യമായിട്ടുണ്ട് കേട്ടോ. പൗരസ്ത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആശയവാദികൾ, അതുപോലെ ഭൗതികവാദികൾ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നു, അവിടെ ഒരു ഭൗതിക അടിത്തറ ഉണ്ടെങ്കിലുള്ളൂ. അങ്ങനെ ആ ഒരു ഭൗതിക അടിത്തറ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ആശയം ഉണ്ടാകുന്നതെന്നാണ് മെറ്റീരിയലിസ്റ്റിക്സ് വാദിക്കുന്നത്. എന്നാൽ ആശയവാദികൾ പറയുന്നത് എന്താണ്, ആശയമാണ് ആദ്യം ഉണ്ടാകുന്നത്. നമ്മളെ തലച്ചോറിൽ ആശയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം വീട് സപ്പോസ് എക്സാമ്പിൾ നമ്മൾ വീടെടുക്കുക. അപ്പോൾ വീട് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായതിന് ശേഷമാണ് നമ്മൾ വീട് എന്നൊരു സാധനം പണിതുണ്ടാക്കുന്നത്. എന്നാൽ ഭൗതികവാദികൾ പറയുന്നത് വീട് എന്നൊരു സാധനം നമ്മൾ ആദ്യം നേരത്തെ ഉണ്ടായിരുന്നു, അത് കണ്ടതുകൊണ്ടാണ് നമുക്ക് ഈ ആശയം, വീടിനെ കുറിച്ചുള്ള ആശയം വരുന്നത് എന്നാണ്. ഇത് ഏതോ രീതിയിൽ ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ. ഇത് നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാകാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നോളൂ. അതായത് ഇതേമാതിരിയാണ് ഇത് ടബുല രാസ എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്നത് ബ്ലാങ്ക് ആയിട്ടാണ്, എന്നാൽ നമ്മുടെ എന്താണ് നമ്മൾ അധിവസിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നുണ്ട്, പെർസീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് എന്താണ് പിന്നീട് ആ മെമ്മറികൾ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ, എപ്പിസ്റ്റമോളജിക്കൽ പ്രൊപ്പോണൻസ് ഓഫ് ടാബുല രാസ ഡിസഗ്രി വിത്ത് ദ ഡോക്ട്രൈൻ ഓഫ് ഇന്നറ്റിസം ആണ്. അതായത് ഇവിടെ ഈ എപ്പിസ്റ്റമോളജിക്കൽ, അതായത് ഈ ടാബുല രാസയുടെ എപ്പിസ്റ്റമോളജിക്കൽ പ്രൊപ്പോണൻസ് ഉണ്ടല്ലോ. ഈ എപ്പിസ്റ്റമോളജിക്കൽ പ്രൊപ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിജ്ഞാനശാസ്ത്ര മേഖല. ഈ ഒരു വിജ്ഞാനശാസ്ത്ര മേഖല, അതായത് ടാബുല രാസ എന്ന് പറയുന്ന ഒരു വിജ്ഞാനശാസ്ത്ര മേഖല എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇന്നേറ്റിസത്തോട്, അതായത് മനുഷ്യരുടെ ഈ ഇന്നേറ്റിസത്തോട് അവർ ഡിസഗ്രി ചെയ്യുകയാണ്. ഡോക്ട്രൈൻ ഓഫ് ഇന്നേറ്റിസത്തെ ഡിസഗ്രി ചെയ്യുകയാണ്. ഡോക്ടർ ഓഫ് ഇന്നേറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആന്തരികമായിട്ടുള്ളൊരു ബോധം, അല്ലെങ്കിൽ എന്താ പറയുക ജന്മസൈദ്ധാന്തികമായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ചില അറിവുകൾ, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. ആ കോൺസെപ്റ്റിനോട് ഈ ഒരു ടാബുല രാസയുടെ എപ്പിസ്റ്റമോളജിക്കൽ പ്രൊപ്പോണൻസ് വിയോജിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ? Fourth question says that what is not part of the four humor theory? What is not part of the four humor theory? Option A, black bile, B, black melancholia, C, blood, D, yellow bile. Among this fourth option, which one is correct? എന്താണ് പറയുന്നത്? അതായത് ഈ ഫോർ ഹ്യൂമർ തിയറി ഉണ്ടല്ലോ, ഫോർ ഹ്യൂമർ തിയറി ആരതാണ്? ഹിപ്പോക്രൈറ്റിസിൻ്റെ തിയറിയാണ് ഫോർ ഹ്യൂമർ തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് 4 ഹ്യൂമറുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 4 ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, എല്ലാ ബൈലൊക്കെ തുടങ്ങിയ കുറച്ച് ഹ്യൂമേഴ്സ് ഉണ്ട്. അതാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ ഫോർ ഹ്യൂമേഴ്സ് തിയറീസ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒന്ന് അതിൻ്റെ ഭാഗമല്ല. അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്.
അതായത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബൈൽ, ബ്ലാക്ക് മെലങ്കോളിയ ആൻഡ് സി ബ്ലഡ്, D1 ഈസ് യെല്ലോ ബൈൽ. ഇതിൽ 4 ഏതാണ് ഇതിൻ്റെ ഫോർ ഹ്യൂമർ തിയറിയുടെ ഭാഗമല്ലാത്തതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ബ്ലാക്ക് മെലങ്കോളിയ. ബ്ലാക്ക് മെലങ്കോളിയ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫോർ ഹ്യൂമർ തിയറി. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള ബ്ലാക്ക് മെലങ്കോളിയാണ് എന്തിൻ്റെ ഭാഗമല്ലാത്തത്? ഫോർ ഹ്യൂമർ തിയറിയുടെ, അതായത് ഹിപ്പോക്രേറ്റ്സിൻ്റെ ഫോർ ഹ്യൂമർ തിയറിയുടെ ഭാഗമല്ലാത്തത് ഏതാണ്? ബ്ലാക്ക് മെലങ്കോളിയാണ്. Then we can go to the explanations. What explanations is? There is nothing as black melancholia. The four humors are yellow bile, black bile, blood and phlegm. Melancholia is a kind of depression with the most common symptoms of evident mental disorder. Slimness, lack of enjoyment, feeling guilty and having no appetite. In modern medicine, the word melancholia only refers to mental and affective symptoms of depression. Mental and അഫക്റ്റീവ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഈ ഫോർ ഹ്യൂമർ തിയറി എന്ന് പറയുന്നത്, ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്. അതായത് 18th സെഞ്ച്വറി ടു 19th സെഞ്ച്വറി ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭിഷകരനായിരുന്നു. ഭിഷകരൻ മീൻസ് ഫിസിഷ്യനായിരുന്നു. ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിഷ്യനായിരുന്നു ആര്? ഹിപ്പോക്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഹിപ്പോക്രേറ്റ്സ് മുന്നോട്ട് വെച്ച ഒരു തിയറിയാണ് ഈ ഫോർ ഹ്യൂമർ തിയറി എന്ന്. അതായത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് 4 ഹ്യൂമേഴ്സ്, അതായത് 4 രസങ്ങൾ അല്ലെ 4 രസങ്ങൾ മൂലമാണ്. നമ്മുടെ ശരീരത്തിൽ 4 രസങ്ങളുണ്ട്. അതിലൊന്ന് യെല്ലോ ബൈൽ, അതായത് മഞ്ഞരസം, ബ്ലാക്ക് ബൈൽ, ബ്ലാക്ക് രസം അതായത് കറുത്ത രസം, അതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് ഫ്ലം, അതായത് രക്തവും, പിന്നെ ഫ്ലം എന്ന് പറയുന്നത് ഫ്ലമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു ദ്രാവകം, മീൻസ് കഫം ഒക്കെ പോലുള്ള ഒന്ന് എന്നാണ് പറയുന്നത്, സ്ലഗ്ഗിഷ് ആയിട്ടുള്ളൊരു ഇത്. അതുപോലെ എന്താ വെച്ചാൽ മെലങ്കോളിയ ഈസ് എ കൈൻഡ് ഓഫ് ഡിപ്രഷൻ. എന്നാൽ മെലങ്കോളിയ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷനാണ്, ഒരു തരം ഡിപ്രഷനാണ് വിത്ത് ദ മോസ്റ്റ് കോമൺ സിംറ്റംസ് ഓഫ് എവിഡൻറ്റ് മെൻ്റൽ ഡിസോർഡർ. അതായത് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിൽ എവിഡൻ്റായിട്ട് തെളിവോടെ എവിഡൻ്റായിട്ട് കാണപ്പെടുന്ന ചില സിംറ്റംസാണ്, ചില രോഗലക്ഷണങ്ങളാണ് എന്ത്? ഈ മെലങ്കോളിയുടെ ചില രോഗലക്ഷണം. സിംനെസ്, ലാക്ക് ഓഫ് എൻജോയ്മെൻറ്റ്, അതായത് ഒരു ഉന്മേഷമില്ലായ്മ, അതുപോലെ ഫീലിംഗ് ഗിൽറ്റി, എപ്പോഴും ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷാദം പോലെ കാണപ്പെടുക. ഹാവിങ് നോ അപ്പറ്റൈറ്റ്സ്, അതുപോലെ വിശപ്പില്ലായ്മ. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഈ മനോരോഗം അനുഭവിക്കുന്നവരിൽ ഈ മെലങ്കോളിയ അതുപോലെയുള്ള ഡിപ്രഷൻ അനുഭവിക്കുന്നവരിൽ കാണപ്പെടുന്നതാണ്. ഇൻ മോഡേൺ മെഡിസിൻ ദ വേർഡ് മെലങ്കോളിയ ഓൺലി റെഫേഴ്സ് ടു മെൻ്റൽ ആൻഡ് അഫക്റ്റീവ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. അതായത് ഈ മോഡേൺ മെഡിസിനിൽ, ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എന്താണ്? ദ വേർഡ് മെലങ്കോളിയ എന്ന് പറയുന്നത് ഓൺലി റെഫേഴ്സ് ടു മെൻ്റൽ ആൻഡ് അഫക്റ്റീവ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷൻ്റെ മെൻ്റൽ, മാനസികവും അഫക്റ്റീവും ആയിട്ടുള്ള ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആയ ബ്ലാക്ക് മെലങ്കോളിയ എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഹ്യൂമറിൻ്റെ ഭാഗമല്ല. ഓക്കെ, അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഗോ ടു ദ ഫിഫ്ത്ത് വൺ. വാട്ട് ഫിഫ്ത്ത് വൺ സേസ്? ഡാഷ് ഈസ് എ സോഴ്സ് ഓഫ് നോളജ് ആസ് പെർ എംപിരിസിസ്. എ ലോജിക്കൽ റീസണിങ്, ബി തിയറീസ്, സി സെൻസറി എക്സ്പീരിയൻസസ്, ഡി കണ്ടംപ്ലേഷൻസ്. വിച്ച് വൺ ഈസ് കറക്റ്റ് among these? Here the correct option is option C, sensory experiences. According to empiricists, the sensory experience is a source of knowledge. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, എംപിരിസിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സോഴ്സ് ഓഫ് നോളജ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലോജിക്കൽ റീസണിങ് ആണോ, തിയറീസ് ആണോ, സെൻസറി എക്സ്പീരിയൻസ് ആണോ, കണ്ടംപ്ലേഷൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സി ആണെന്ന് പറഞ്ഞല്ലോ, സെൻസറി എക്സ്പീരിയൻസ് ആണ്. ഇനി ഇവിടെ എന്താണ് എംപിരിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപിരിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ, ഈ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ അനുഭവ വൈകവാദി എന്നൊക്കെ പറയാം. അതായത് പരിജ്ഞാനം അല്ലെങ്കിൽ അനുഭവം മാത്രം ജ്ഞാനത്തിന് കാരണമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് എന്ത് എംപിരിസിസ്റ്റ് എന്ന് പറയുക. അനുഭവം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ആ അറിവുണ്ടാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരാണ് എംപിരിസിസ്റ്റ് എന്ന് പറയുക. ഈ അവരുടെ അഭിപ്രായത്തിൽ സെൻസറി എക്സ്പീരിയൻസസ്, അതായത് നമ്മൾ സെൻസ് ചെയ്യുന്ന അനുഭവങ്ങളാണ് എന്ത് സോഴ്സ് ഓഫ് നോളജ്, അറിവിൻ്റെ ഉറവിടങ്ങൾ എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടു ദ എക്സ്പ്ലനേഷൻസ്. വാട്ട് എക്സ്പ്ലനേഷൻ സേസ് ദാറ്റ് in philosophy, empiricism is a theory that states that knowledge comes only primarily from sensory experience. The theory gives emphasis to experience and substantiation sensory participation and awareness in particular in the development of thoughts and ideas. It is one of
several views of epistemology along with the rationalism and skepticism. Empiricism emphasizes the role of empirical evidence in the formation of ideas rather than innate ideas or traditions. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അതായത് നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു നോളജ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോഗ്നിഷൻ ഡെവലപ്പ് ആവുള്ളൂ, ഒരു അറിവ് ഡെവലപ്പ് ആവും എന്നൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. പറയുകയാണെങ്കിൽ ഈ ഒരു തത്വചിന്ത, ഇതൊരു തത്വചിന്തയുടെ ഭാഗമാണ്, ഫിലോസഫിയുടെ ഭാഗമാണ്. ഈ ഫിലോസഫിയിൽ അനുഭവജ്ഞാനം എന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ്? അറിവ് വരുന്നത്, അല്ല അനുഭവജ്ഞാനം എന്നത് അറിവിൻ്റെ ഭാഗമാണ്. ഈ അറിവ് വരുന്നത് എങ്ങനെയാണ്? പ്രാഥമികമായിട്ടുള്ള ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ്. അത് പറയുന്ന ഒരു സിദ്ധാന്തമാണ് എന്ത്? എംപിരിസിസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിവ് വരുന്നത് പ്രാഥമികമായിട്ടും അറിവ് വരുന്നത് എങ്ങനെയാണ്? ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണെന്ന് സൈദ്ധാന്തികമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? എംപിരിസിസം എന്ന് പറയുന്നത്. ചിന്തകളുടെയോ ആശയങ്ങളുടെ വികാസത്തെ പ്രത്യേകമായിട്ട് ഒരു സംവേദനാത്മക പങ്കാളിത്തം, അതായത് സംവേദനാത്മകമായിട്ടുള്ള ഒരു പങ്കാളിത്തവും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു അവബോധവും അവബോധം ഉണ്ടാകുന്നുണ്ട്, ആ അവബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായി ഞാൻ പറഞ്ഞ കാര്യങ്ങളുള്ളൂ. എന്താണ്? നമുക്കൊരു അനുഭവജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഇന്ദ്രിയ അനുഭവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത്, അതായത് ഇതിൻ്റെ കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ, then we can go to the sixth one. What sixth one says? The law of effect was formulated by options: Thorndike, Skinner, Pavlov, Watson. Among these, which one is correct? Who formulated the law of effect? Can anybody say the correct answer? Here the correct answer is option A, Thorndike, Edward Thorndike, who formulated the law of effect. Then we can go to the explanations. What explanation says? Edward Thorndike initially proposed that humans and animals acquire behavior through the association of stimuli and responses. He gave the law of effect, which specifies that any time of behavior is followed by a pleasant outcome, that behavior is likely to recur. Okay? എന്താണ് ഇവിടെ പറയുന്നത്? അതായത് എഡ്വേർഡ് തോണ്ടൈക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഹ്യൂമൻസിൻ്റെയും ആനിമൽസിൻ്റെയും വ്യവഹാരത്തെക്കുറിച്ചിട്ടുള്ളൊരു തിയറി മുന്നോട്ട് വെച്ചു. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒരു ഉത്തേജനം ഉണ്ടാകുന്നു, അതിനൊരു പ്രതികരണം ഉണ്ടാകുന്നു. ഇവ തമ്മിലുള്ള ഒരു സംയോജനങ്ങൾ, ഒരു കൂട്ടായ്മയിലൂടെയാണ് ഒരു ജീവി, അതായത് ജീവി എസ്പെഷ്യലി ഹ്യൂമൻ ആൻഡ് ആനിമൽസ്, ഇവരിൽ എമംഗ് ദ ഹ്യൂമൻ ആൻഡ് ആനിമൽസിൽ ഇവരിൽ ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഈ ഒരു കൂട്ടായ്മയിലൂടെയാണ്. എങ്ങനെയാണ്? ഒരു സ്റ്റിമുലയും അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നു, ഒരു ഉത്തേജനം ഉണ്ടാകുന്നു, അതിനൊരു പ്രതികരണം ഉണ്ടാകുന്നു. ഈ രീതിയിലാണ് മൃഗങ്ങളിലും മനുഷ്യരിലൊക്കെ ഒരു സ്വഭാവ രൂപീകരണം നടക്കുന്നതെന്നാണ് എഡ്വേർഡ് തോണ്ടൈക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ഈ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു സ്വഭാവം അത് നമ്മൾക്കൊരു ഹാപ്പിനെസ് നൽകുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു പ്ലസൻറ്റ് ഔട്ട്കം നൽകുന്നതാണെങ്കിൽ അത് ആ ഒരു സ്വഭാവം എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ശരിക്കും ഇത്തരം തിയറീസൊക്കെ ബിഹേവിയറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. ബിഹേവിയറിസത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ബിഹേവിയറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടീഷനിങ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ക്ലാസിക് കണ്ടീഷനിങ് പോലുള്ള കണ്ടീഷനിങ്. ഇപ്പോൾ നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഇപ്പോൾ ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ അതിന് പുതിയൊരു സ്വഭാവം പഠിപ്പിക്കുകയാണ്. ഇപ്പം യൂറിനേഷനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇത് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളതിന് ഒരു മോട്ടിവേഷൻ കൊടുക്കും. മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ഒരു റിവാർഡ് കൊടുക്കും, അതിനെന്താ ഒരു ഫുഡ്, അതിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്വഭാവം അത് ചെയ്യുമ്പം അതിന് ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ് ഈ ഫുഡ് കൂടെ കിട്ടുമ്പോൾ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പം അത് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ആ സ്വഭാവം ഈ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യപ്പെടാം. അതുപോലെ ഒരു തിയറിയാണ് ഇത് പറയുന്നതും. അതായത് ഇവിടെ നമുക്കൊരു സ്വഭാവം രൂപീകരിക്കുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലസൻ്റ് ഔട്ട്കം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവം നമ്മൾ എപ്പോഴും വേണമെങ്കിൽ ആവർത്തിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് seventh one says that John Muller is regarded as a father of psychology, option B father of development psychology, C father of physiology, D father of criminal psychology. Here among the fourth options, John Muller is regarded as what? ഇവിടെ എന്താണ് പറയുന്നത്? അതായത് താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ജോഹൻസ് മുള്ളറുമായിട്ട് കണക്റ്റ് ആവുന്നത് എന്താണ്? ജോഹൻസ് മുള്ളറിനെ ഇതിന് ഏതിനോടാണ് യോജിപ്പിക്കാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്.
ഓക്കെ, സൈക്കോളജിയുടെ പിതാവാണോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സൈക്കോളജിയുടെ, അതായത് വികസന മനഃശാസ്ത്രത്തിൻ്റെ ഫാദറാണോ, ഇനി ഫിസിയോളജിയുടെ, അതായത് ശാരീരിക ശാസ്ത്രത്തിൻ്റെ ഫാദറാണോ, ഇനി ക്രിമിനൽ സൈക്കോളജിയുടെ ഫാദറാണോ, ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫാദർ ഓഫ് ഫിസിയോളജി. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ എക്സ്പ്ലനേഷൻ. Here the explanation says that Johannes Peter Müller was a German physiologist, comparative anatomist, etiologist and herpetologist, known not only for his discoveries but also for his ability to synthesize knowledge. The paramesomnephric duct was named in his honor. He is known as father of physiology. എന്ന് വെച്ചാൽ എന്താണ്? അതായത് ജോഹന്നാസ് പീറ്റർ മുള്ളർ ഒരു ജർമ്മൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. ഈ കമ്പാരിറ്റീവ് അനാറ്റമിസ്റ്റ്, അതുപോലെ തന്നെ ഇക്തിയോളജിസ്റ്റ്, ഹെർപ്പറ്റോളജിസ്റ്റ് എന്നീ തുടങ്ങിയ മേഖലകളിൽ കൂടെ പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ മാത്രമല്ല, അദ്ദേഹം എന്താണ് അറിവുകളെയൊക്കെ, അതായത് നോളജിനെയൊക്കെ സമന്വയിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുണ്ട്. അതിലൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു, അതിൽ പേര് കേട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് പാരമെസോനെഫ്രിക് ഡക്റ്റിന് ഈ ഒരു പേര് വരുന്നത്, അല്ലെങ്കിൽ മുള്ളേരിയൻ നെക്റ്റ് എന്ന് പറയും. അതായത് മുള്ളർ എന്ന് പറയുന്ന പേരാണ് മുള്ളേരിയൻ ഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പാരാമെസോനെഫ്രിക് ഡക്റ്റിന് മുള്ളേരിയൻ ഡക്റ്റ് എന്ന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് പേര് നൽകിയെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഫിസിയോളജിയുടെ പിതാവാണ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, 8th one. What's 8th one says? The first American experimental psychology research laboratory was established by option A, John Hopkins, William Vaughan, G. Stanley Hall, D. James Watson. Among the fourth options, who was established the experimental psychology research laboratory in America? Okay, എന്താണ് പറയുന്നത്? അമേരിക്കയിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി റിസർച്ച് ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. എ, ജോൺ ഹോപ്കിൻസ്, വില്യം വോണ്ട്, ജി. സ്റ്റാൻലി ഹാള്, ജെയിംസ് വാട്സൺ. ഇവരിൽ ആരാണ് അമേരിക്കയിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആരാണ്? ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി, ജി. സ്റ്റാൻലി ഹാൾ. G. Stanley Hall established the first American experimental psychology research laboratory. Okay, here we can go to the given explanations. What explanation says that Granville Stanley Hall was a pioneering American psychologist and educator. His interest focused on childhood development and evolutionary theory. Hall was a first president of American Psychological Association. The first psychological lab in the USA was established in 1883 at Johns Hopkins University by G. Stanley Hall. By 1819, it is said that there were 20 psychology laboratories in American colleges and universities, twice as many as in Europe, and by 1904 that number had increased to 49. എന്താണ് പറയുന്നത്? ഗ്രാൻവില്ലെ സ്റ്റാൻലി ഹാൾ എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ അധ്യാപകനുമായിരുന്ന ഒരു മാർഗദർശിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അമേരിക്കൻ സൈക്കോളജിയിലെ ഒരു മാർഗദർശി എന്ന് പറഞ്ഞാൽ പാത തെളിയിക്കുന്ന ആൾ ആയിരുന്നു. ആര്? ഗ്രാൻവില്ലെ സ്റ്റാൻലി ഹാൾ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റുകളിലായിരുന്നു. അതായത് നമ്മളെ ബാല്യകാലത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഓരോ വികാസങ്ങളിൽ എങ്ങനെ സംഭവിക്കുന്നു അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്? പരിണാമ സിദ്ധാന്തത്തിൽ, എവല്യൂഷണറി തിയറി, അതിലൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ USA ഫസ്റ്റ് സൈക്കോളജി ലാബ് 1883 ജോൺ ഹോപ്കിൻസ് സർവകലാശാലയിൽ ജി. സ്റ്റാൻലി ഹാളാണ് സ്ഥാപിക്കുന്നത്. പിന്നെ 1893 ആയപ്പോഴേക്കും അദ്ദേഹം എന്താണ്? അമേരിക്കൻ കോളേജുകളും സർവകലാശാലകളിലുമായിട്ട് ഒരു 20 സൈക്കോളജി ലബോറട്ടറികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. അത് എന്ന് പറയുന്നത് എന്താ? യൂറോപ്പിലുള്ളതിൻ്റെ മൊത്തം യൂറോപ്പിലുള്ള ഈ ലബോറട്ടറികളുടെ ഇരട്ടിയായിരുന്നു അമേരിക്കയിൽ മാത്രം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? 1904 ആയപ്പോഴേക്കും അത് ഈ 49 എണ്ണമായിട്ട് വർദ്ധിച്ചു.
എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രാൻവിലെ സ്റ്റാൻലി ഹാളാണ് അമേരിക്കയിലെ ആദ്യത്തെ റിസർച്ച് ലബോറട്ടറി സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, then we can go to next question. What the next question says that what was the first revolution in psychology? A, redefining psychology as a science of behavior. B, cognitive revolution. C, nature versus nurture controversy. Nature versus nurture controversy. D, Freud's theory was influenced by the unconscious motives. Among the fourth option, what was the first revolution in the psychology? Can anybody say the right answer? ഇവിടെ 9ാമത്തെ ചോദ്യം എന്താണ് ചോദിക്കുന്നത്? വാട്ട് വാസ് ദ ഫസ്റ്റ് റെവല്യൂഷൻ സൈക്കോളജി? അതായത് സൈക്കോളജിയിലുള്ള ആദ്യത്തെ വിപ്ലവം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അതിന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ബി, സി, ഡി എന്ന് പറഞ്ഞിട്ട്. റീഡിഫൈനിങ് സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ. അതായത് സൈക്കോളജിയെ സയൻസ് ഓഫ് ബിഹേവിയർ, വ്യവഹാരത്തിൻ്റെ ശാസ്ത്രമായി പുനർനിർവചിച്ചതായിരുന്നു ആദ്യത്തെ വിപ്ലവം എന്നാണ് ഒന്ന് ചോദിക്കുന്നത്. അതായത് ഓപ്ഷൻ എ വെച്ച് ചോദിക്കുന്നതാണ്. രണ്ടാമത് കോഗ്നിറ്റീവ് റെവല്യൂഷനാണ്. അതായത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കോഗ്നിഷൻ, നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള വളർച്ചയൊക്കെ പറയില്ല, അതിനെക്കുറിച്ച് കണ്ടെത്തിയത് കോഗ്നിറ്റീവ്, അത് കണ്ടെത്തിയ റെവല്യൂഷൻ ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പിന്നെ നേച്ചർ വേഴ്സസ് നർച്ചർ കോൺട്രവേഴ്സിയാണ്. അതായത് നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറഞ്ഞാൽ, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. പ്രകൃതി മീൻസ് ആ പ്രകൃതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളെ ജനിതകപരമായ ഘടകങ്ങളുണ്ടല്ലോ. നമ്മളെ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നേച്ചറാണോ അതോ നെർച്ചറാണോ? അതായത് ഒരു വ്യക്തിയിൽ കുറേ സ്വഭാവ രൂപീകരണങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കുറേ ട്രൈറ്റ്സ് ഉണ്ട്, കുറേ ഇന്നേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ഇന്നേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. വാട്ട് വി സേ ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇമ്പാക്റ്റ് ഹൂ വി ആർ. നമ്മൾ ആരാണെന്നതിന് നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നൊരു തിയറി ഉണ്ടല്ലോ. ആൻഡ് യു നോ ദാറ്റ് അവർ ജെനറ്റിക് ഫാക്ടേഴ്സ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ്ഡ് ഫ്രം അവർ ആൻസസ്റ്റേഴ്സ് ടു അസ് ആൻഡ് ദാറ്റ് വിൽ അഫക്റ്റ് അവർ പേഴ്സണാലിറ്റി ക്വാളിറ്റീസ് ഓർ ബിഹേവിയർ ഓർ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ് എക്സെട്ര. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ ട്രേറ്റ്സ് കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഓപ്പൺനെസ് ടു പേഴ്സൺസ് ആൻഡ് ഇൻട്രോവേർട്ട്, അങ്ങനെയുള്ള കുറേ ട്രേറ്റ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മളുടെ ഇന്നേറ്റായിട്ടുള്ള മീൻസ് ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളാണ് ഒരു വ്യക്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേർച്ചർ, നമ്മൾ അധിവസിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും ഒരു വ്യക്തിയെ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. കാരണം കണ്ടീഷനിങ്ങിലൂടെ നമ്മൾ കുറേ സ്വഭാവ രൂപീകരണങ്ങളൊക്കെ നടത്തേണ്ടത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ്? ഫ്രൂയിഡ്സ് തിയറി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അൺകോൺഷ്യസ് മോട്ടീവ്സ്. അതായത് ഫ്രൂയിഡ്സ് ഒരു തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട്, അൺകോൺഷ്യസ് മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളെ മനസ്സിൽ 3 ഭാഗങ്ങളായി തിരിച്ച്, കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആയിട്ട് 3 ഭാഗങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ്സ് നമ്മൾ സപ്രസ് ചെയ്യുന്നു. അതായത് നമ്മളുടെ അൺവാണ്ടഡ് തോട്ട്സ് ആൻഡ് റിഗ്രറ്റ്സ് ഒക്കെ നമ്മൾ സപ്രസ് ചെയ്യുന്നു. വി ആർ സപ്രസിങ് ടു ദ അൺകോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അൺകോൺഷ്യസ് ലെവലിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മെൻ്റൽ കോൺഫ്ലിക്റ്റുകൾ, അതായത് നമ്മളെ മാനസിക അനാരോഗ്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ളൊരു തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളുടെ സൈക്കോസെക്ഷൽ സ്റ്റേജസൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചതായിരുന്നു സൈക്കോളജിയിലെ ഫസ്റ്റ് റെവല്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എ ആണ്. ഏതാണ് ആൻസർ? എ എന്ന് പറഞ്ഞാൽ റീഡിഫൈനിങ് സൈക്കോളജി ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം കേട്ടോ. Here the correct option is A, redefining psychology as a science of behavior. That was the revolution, the first revolution in psychology. Okay, then the 10th one, who is considered as the father of psychology? Among the given 4 options, who is considered as the father of psychology? Option A, James Watson. B, B.F. Skinner. C, William Wundt. D, John Watson. Can anybody say the right answer? Which one is the right answer? Can anybody say? Okay, I'll say. Here the right answer is option C, William Wundt. William Wundt is considered as the father of psychology. Okay. Then we can check the explanation. Explanation says that William Wundt is regarded as the father of psychology as well as father of experimental psychology. He founded the first psychology laboratory at Leipzig, Germany in 1879. എന്താ പറയുന്നത്? വില്യം വൂണ്ടാണ് ഫാദർ ഓഫ് സൈക്കോളജിയുടെ പിതാവായിട്ട് പരിഗണിക്കപ്പെടുന്ന ആരാണ്? വില്യം വൂണ്ടിനെയാണെന്നാണ് പറയുന്നത്.
ഇദ്ദേഹമാണ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവായിട്ടും പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവായിട്ടും പരിഗണിക്കപ്പെടുന്ന ആരാണ്? വില്യം വോണ്ടിനെയാണ്. ഹി ഫൗണ്ടഡ് ദ ഫസ്റ്റ് സൈക്കോളജി ലബോറട്ടറി അറ്റ് ലീപ്സിക്, ജർമ്മനി. അതായത് ലീപ്സിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജി ലബോറട്ടറി ഇദ്ദേഹം ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 1879 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. The 11th one, why was the cognitive revolution called discontinuous? Why was the cognitive revolution called discontinuous? The proponents were independently working without knowing that they were building toward cognitive psychology. B, the revolution took place in phases and not in a series. The psychologists kept on changing. Option D, the psychologists were confused and could not decide it was correct or wrong. Which one is correct? Among the 4 options, which one is correct answer? Can anybody say? ഇവിടെ എന്താണ് ചോദിക്കുന്നത്? വൈ വാസ് ദ കോഗ്നേറ്റീവ് റെവല്യൂഷൻ കോൾഡ് ഡിസ്കണ്ടിന്യൂസ് എന്നാണ്. അതായത് എന്തുകൊണ്ടാണ് കോഗ്നേറ്റീവ് റെവല്യൂഷൻ ഡിസ്കണ്ടിന്യൂസ് ആയെന്ന് പറയപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ 1 എന്താണ്? ദ പ്രൊപ്പോണൻസ് വെർ ഇൻഡിപെൻഡൻ്റ്ലി വർക്കിംഗ് വിത്തൗട്ട് നോയിങ് ദാറ്റ് ദ വെർ ബിൽഡിംഗ് ടുവേർഡ്സ് കോഗ്നേറ്റീവ് സൈക്കോളജി. അതായത് ഈ പ്രൊപ്പോണൻസ്, അതായത് ഇതിൻ്റെ വക്താക്കൾക്ക് അറിയില്ലായിരുന്നു. അവർ ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് ഉള്ള വളർച്ചയാണ് ഘട്ടം ഘട്ടമായി പടുത്തുയർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ഒരു അറിവ് അവർക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത് വിപ്ലവം, അതായത് ഈ റെവല്യൂഷൻ നടന്നത് ഒരേ ഇതിലല്ല, ഒരേ പരമ്പര എന്ന് പറയുന്ന ഇതിലല്ല, ഒരേ രീതിയിലല്ല, ഒരേ ഘട്ടങ്ങളിലല്ല, ഒരേ പരമ്പരയിലല്ല, അത് ഘട്ടങ്ങളായിട്ടാണ്. അത് ഘട്ടം പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു റെവല്യൂഷൻ നടന്നിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്താണ്? ഈ സൈക്കോളജിസ്റ്റ് കെപ്റ്റ് ഓൺ ചേഞ്ചിങ്, അതായത് സൈക്കോളജിസ്റ്റുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പിന്നെ പറയുന്നത് സൈക്കോളജിസ്റ്റ് വെർ കൺഫ്യൂസ്ഡ് ആൻഡ് കുഡ് നോട്ട് ഡിസൈഡ് ഇറ്റ് വാസ് കറക്റ്റ് ഓർ റോങ്. അതായത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലായിരുന്നു മനഃശാസ്ത്രജ്ഞർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ. what it says option A, the proponents were independently working without knowing that they were building towards cognitive psychology. എന്താണ് ഓപ്ഷൻ എ പറയുന്നത്? അതായത് ഇതിൻ്റെ വക്താക്കൾ പ്രൊപ്പോണൻസ് വെർ ഇൻഡിപെൻഡൻ്റ്ലി വർക്കിംഗ്, അതായത് അവർ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പ്രൊപ്പോണൻസ് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു വിത്തൗട്ട് നോയിങ്, അവർക്ക് അറിയാതെ. എന്താണ്? ദേ വർ ബിൽഡിംഗ് ടുവേർഡ്സ് കോഗ്നേറ്റീവ് സൈക്കോളജി, അതായത് കോഗ്നേറ്റീവ് സൈക്കോളജിയിലേക്കുള്ള ഒരു വളർച്ചയാണ് അവർ സംഭാവന ചെയ്യുന്ന അറിയാതെ അവർ തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ദെൻ വി ക്യാൻ ചെക്ക് ദ എക്സ്പ്ലനേഷൻസ്. ഓക്കെ, the explanations is that the cognitive revolution is referred to as a discontinuous revolution because it was not quite a coherent movement. Various proponents of the approach worked independently at a time, unaware of each other's work, and this collectively led towards cognitive psychology. Okay, എന്താണ് പറയുന്നത്? കോഗ്നേറ്റീവ് റെവല്യൂഷൻ റെഫർഡ് ടു ആസ് എ ഡിസ്കണ്ടിന്യൂസ് റെവല്യൂഷൻ. അതായത് ഈ കോഗ്നേറ്റീവ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഈ വൈജ്ഞാനിക വിപ്ലവത്തെയാണ് ഡിസ്കണ്ടിന്യൂസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ടല്ലോ, ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ഈ ഒരു ഈ പ്രൊപ്പോണൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ചില ഈ ഒരു ചെയ്യുന്ന ജോലിയെക്കുറിച്ചൊന്നും കൃത്യമായൊരു ധാരണയൊന്നുമില്ലാതെ അവരിങ്ങനെ ഈ ഒരു വൈജ്ഞാനിക മനഃശാസ്ത്ര മേഖലയിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ക്വൈറ്റ് കൊഹറൻറ്റ് മൂവ്മെൻറ്റ്. അതായത് ഇതൊരു കൃത്യമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നില്ല, ഒരു സമീപനമായിരുന്നില്ല ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കാരണം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അറിയാതെ ഇവർ ഈ ഒരു വൈജ്ഞാനിക മേഖലയിലേക്ക് ഇവരെങ്ങനെ നയിച്ചുകൊണ്ടിരുന്നു. ആ ഒരു രീതി കൊണ്ട് തന്നെ ഇതാണ് എന്തു പറയുന്നത്, ഈ ഒരു കോഗ്നിറ്റീവ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് ഈ 11th സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, ദെൻ 12th one. What 12th one says, who first popularized the term psychology to designate the study of mind? Option A, Wolf, B, Kant, C, René Descartes, D, James Watson. Among the 4th options, who first popularized the term psychology to designate the study of mind? Can anybody say the answer? Right answer? Okay, I'll give the answer. Okay, here the correct answer is option A, Wolf. Wolf first popularized the term psychology, designated the study of mind. Okay, then we can go to the explanation. Here the explanation says,
Christian Wolff was a philosopher, mathematician, and scientist of the German Enlightenment. He is widely and rightly regarded as the most important and influential German philosopher between Leibniz and Kant. Christian Wolff was a central figure not only in the German culture from the 18th century but also in the historical development of psychology. He deserves much more attention than he has received so far in the historiography of psychology in general. Okay? എന്താ പറയുന്നത്? ക്രിസ്ത്യൻ വോൾഫ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ്. അദ്ദേഹം ഒരു തത്വചിന്തകനായിരുന്നു, അതുപോലെ തന്നെ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു. പിന്നെന്താണ്, ലെബിനിസിനും കാന്റിനും ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള ഒരു ജർമ്മൻ തത്വചിന്തകനായിരുന്നു ആര്? ഈ ക്രിസ്ത്യൻ വോൾഫ് എന്ന് പറയുന്നത്. അതായത് കാന്റിനെയും ലെബിനെയും സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായുള്ള ഒരു സയൻറ്റിസ്റ്റായിരുന്നു ആര്? ക്രിസ്ത്യൻ വോൾഫ് എന്ന് പറയുന്നത്. ഓക്കെ, 18ാം നൂറ്റാണ്ടിൽ മുതൽ ഈ ജർമ്മനിയുടെ കൾച്ചറിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രപരമായ വികാസത്തിലും ഒരു കേന്ദ്രീകൃത വ്യക്തിത്വമായിരുന്നു ആര്? ഈ വോൾഫ് എന്ന് പറയുന്നത്. ഈ മനഃശാസ്ത്രത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ ഇദ്ദേഹത്തിന് ലഭിച്ച ഒന്നുമല്ല അദ്ദേഹത്തിന് ലഭിക്കേണ്ട നേട്ടം. അതിനേക്കാൾ കൂടുതൽ നേട്ടത്തിന് അദ്ദേഹം അർഹനാണ് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഇവിടെ ഈ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. ഓക്കെ, then 13th one, who is the father of American psychology? Options: A. Sigmund Freud, B. William James, C. William Wundt, D. John Watson. Among the fourth options, who was considered as the father of American psychology, or who is considered as the father of American psychology? Can anybody say the answer? Which one is the right answer among the fourth option? Can anybody say? Anyone of you? ഓക്കെ, ഇവിടെ ശരി ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ആരാണ്, അല്ലെ അമേരിക്കൻ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവ് ആരാണ്? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വില്യം ജെയിംസ് ആണ്. ഓക്കെ, ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, വില്യം ജെയിംസ്, ഹു ഇസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. ഓക്കെ, here the given explanation which says William James was an American philosopher, historian and psychologist and the first educator to offer a psychology course in the United States. Hence he is known as the father of American psychology. ഓക്കെ, വില്യം ജെയിംസ് ആയിരുന്നു അമേരിക്കയുടെ ഫിലോസഫർ ആയിരുന്ന വില്യം ജെയിംസ് ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ആൻഡ് ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ആയിരുന്നു ഓഫ് സൈക്കോളജി കോഴ്സ് ഓഫർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ആയിരുന്നു. എവിടത്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റിലെ. അതുകൊണ്ട് തന്നെ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് അമേരിക്കൻ സൈക്കോളജിയുടെ പിതാവായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, 14th one, arrange the following temporal sequences. Option A, establishment of psychology department in Mysore. B, establishment of psychology department in Calcutta. Establishment of psychology department in Madras. And establishment of psychology department in Pune. Option E, first Indian Journal of Psychology. Choose the correct option. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവ നിലവിൽ വന്ന കാലക്രമം അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ്, ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ടെമ്പറൽ സീക്വൻസ് എന്നാണ്. ഈ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് മൈസൂരിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൽ ഏതാണ് ആദ്യം, അതായത് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷനിൽ ഏതും ആദ്യം വന്നു, അങ്ങനെ അതിനെ റീഅറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഓപ്ഷൻസ് ഈ ഒരു സ്ലൈഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ അടുത്ത സ്ലൈഡ് കൊടുക്കാം. ഓക്കെ, സോറി ഗേസ്, ഐ ക്യാൻ ഗിവൺ ദ ഓപ്ഷൻസ് ഹിയർ, സോ പ്ലീസ് ഫോളോ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, പ്ലീസ് ചൂസ് ദ റൈറ്റ് ആൻസർ അമംഗ് ദ ഫോർത്ത് ഓപ്ഷൻസ്. ഓക്കെ, can anybody say which one is correct? Here the option B is the correct answer. Okay, then we can go through the explanation. As per the explanation, establishment of psychology department in Calcutta 1916, then establishment of psychology department in Mysore 1924, then first Indian Journal of Psychology in 1926, establishment of psychology department in Madras 1943, then establishment of psychology department in Pune 1984. Okay, this is the right order of establishment of the institution. Okay, among the given options, B is the right answer. B means the right order. Okay,
Next, 50th one. Which one of the following branches of philosophy of science deals with the question of existence? A. Post-positivism, B. Structuralism, C. Ontology, D. Scientific realism. Among the four options, which one is the correct answer? Any one of you know the right answer? If you know, please say or please comment. Okay. Here the right answer is ontology. The option C is the right answer. Okay. Then we can go through the explanation. What's this? Ontology as a branch of philosophy is the science of what is, of the kind and structure of objects. In simple terms, ontology seeks the classification and explanation of entities. Ontology concerns claims about the nature of being and existence. എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു തത്വചിന്തയുടെ ഭാഗമാണ്. ഈ ഓontology എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയുടെ ബ്രാഞ്ചാണ്. ഇതൊരു സയൻറ്റിഫിക് ബ്രാഞ്ചാണ്, ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. എന്തിനുള്ള, അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ കൈൻഡ്സ്, അതായത് തരങ്ങൾ എന്താണ്, അതിൻ്റെ ഘടന സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഓontology എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിലനിൽപ്പ്, ഇപ്പോൾ ഇതിൻ്റെ എൻറ്റിറ്റികളുടെ ഒരു വർഗീകരണം വിശദീകരണമൊക്കെയാണ് ഇത് പഠിക്കാൻ മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് ഇത് തേടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ അസ്തിത്വത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്ക ഇത് മുന്നോട്ട് വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ആക്ച്വലി ഫ്രണ്ട്സ്, ടുഡേ ഐ ഡിസൈഡഡ് ടു ഡിസ്കസ് അറൗണ്ട് 30 questions. But when I go through this, it's in that almost we crossed 46 minutes, around 50 minutes there. Okay, this is a little lengthy video, so we wind up here. Then the left questions means the next 15 questions we will discuss in next class. Okay, bye, see you. Then one comment is there. If you like this video, please share to your friends and comment your valuable suggestions. Okay, bye, see you.